കാർഷിക വാർത്തകൾ. 10 വർഷത്തിനിടെ നാളികേര വില വർദ്ധിച്ചത് 68 രൂപ. 2015-ൽ കിലോ 25 രൂപയായിരുന്ന തേങ്ങ വില ഇപ്പോൾ 93 രൂപയിലെത്തി. ഇക്കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം 30 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷം 60 രൂപ വരെ എത്തിയ നാളികേര വില ഒറ്റ വർഷം കൊണ്ട് 30 രൂപയാണ് വർദ്ധിച്ചത്. ഇക്കഴിഞ്ഞ 2 മാസത്തിനിടെയാണ് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില വൻതോതിൽ വർദ്ധിച്ചത്. നാളികേരത്തിന്റെ വരവും നാട്ടിലെ ഉൽപാദനവും കുറഞ്ഞതാണ് വില വർധനവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. പാലക്കാട്, പൊള്ളാച്ചി, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും തേങ്ങ എത്തിയിരുന്നത്. 2 മാസമായി തേങ്ങ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. മുമ്പ് ഒരു വർഷം 35,000 തേങ്ങ വിറ്റിരുന്ന സ്ഥാനത്ത് ഇന്നാകെ 15,000 തേങ്ങയെ കർഷകർക്ക് ലഭിക്കുന്നുള്ളൂ. കൊപ്രയുടെ ക്ഷാമമാണ് വെളിച്ചെണ്ണ വില കൂടാൻ കാരണം. നിലവിൽ കിലോയ്ക്ക് 470 രൂപയ്ക്കാണ് വെളിച്ചെണ്ണ വിൽക്കുന്നത്. 1 കിലോ വെളിച്ചെണ്ണ ലഭിക്കാൻ 1.5 കിലോ കൊപ്ര വേണം. കൊപ്രയ്ക്കു തന്നെ കിലോയ്ക്ക് 450 രൂപ കൊടുക്കണം. 4 മുതൽ 5 വർഷം വരെയുള്ള കാലയളവിൽ തെങ്ങിനെ പരിപാലിച്ച് വളർത്തിയെടുത്താലേ വിളവിലേക്കെത്തൂ. ഈ സമയത്ത് രോഗങ്ങൾ മൂലവും ചെല്ലി ആക്രമണത്തിലും മുകൾ ഭാഗം നശിക്കുന്നത് കർഷകർക്ക് വെല്ലുവിളിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റോബസ്റ്റ സ്പെഷ്യാലിറ്റി കാപ്പിയുടെ ആഗോള വിപണി പിടിക്കാൻ വയനാടൻ കാപ്പി. ഇതിനായി വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സംരംഭമായ ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ടിനു കീഴിൽ വയനാടൻ റോബസ്റ്റ ബ്രാൻഡായി വിപണിയിലെത്തും. കാപ്പിയുടെ ഗുണനിലവാരം അളക്കാനുള്ള പരിശോധനയാണ് കോഫി കപ്പിംഗ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന കപ്പ് സ്കോർ 80-ന് മുകളിലാണെങ്കിൽ സ്പെഷ്യാലിറ്റി കോഫിയാണ്. നെതർലാൻഡ്സിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ച വയനാടൻ റോബസ്റ്റയുടെ സാമ്പിളുകളുടെ കപ്പ് സ്കോർ 83%-വും 86%-വുമായിരുന്നു. വയനാടൻ കാപ്പിക്ക് തനതായ മേന്മയുണ്ടെന്ന് ഇതോടെ തെളിഞ്ഞു. തുടർന്ന് ഇതേ നിലവാരത്തിൽ കൂടുതൽ റോബസ്റ്റ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സ്മാർട്ട് കോഫി പ്രൊജക്ടിന് കീഴിൽ ആരംഭിച്ചു. കോഫി ബോർഡിന്റെ സഹകരണത്തിൽ 3000 കർഷകരിൽ നിന്ന് ചെറിയ ഫീസ് ഈടാക്കി സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചു. എന്നാൽ 55 മുതൽ 70% വരെയായിരുന്നു ഫലം കിട്ടിയത്. സംസ്കരണ പ്രക്രിയ കൃത്യമായി നടത്തിയതായിരുന്നു നെതർലാൻഡ്സിലേക്ക് കൊണ്ടുപോയ കാപ്പിയുടെ കപ്പ് സ്കോർ ഉയരാൻ കാരണം. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക കാപ്പി സംസ്കരണ സൗകര്യങ്ങൾ അടങ്ങുന്ന കോഫി പാർക്ക് വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാനത്തെ കാപ്പി കൃഷിയുടെ പ്രധാന കേന്ദ്രമായ വയനാട്ടിൽ ഭൂരിഭാഗവും റോബസ്റ്റ കാപ്പിയാണുള്ളത്. എന്നാൽ ആഗോള ആഭ്യന്തര വിപണിയിൽ കൂടുതൽ വിലയും ആവശ്യകതയുമുള്ള സ്പെഷ്യാലിറ്റി ഇനത്തിന്റെ ഉൽപ്പാദനം കുറവാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വിദേശ കൊപ്രയും തേങ്ങയുടെയും ഇറക്കുമതിക്ക് അനുമതി തേടി വ്യവസായ സമൂഹം. ഉയർന്ന നികുതികളിൽ ഇളവുകൾ വരുത്തിയാൽ കൊപ്രയാട്ട് മില്ലുകളുടെ പ്രവർത്തനം സുഗമമാകും. വിദേശ ചരക്കെത്തിയാൽ ദക്ഷിണേന്ത്യയിലെ 10,000-കണക്കിന് വരുന്ന കൊപ്രയാട്ട് മില്ലുകളുടെ പ്രവർത്തനം സുഗമമാകുമെന്നും വെളിച്ചെണ്ണ ഉൽപ്പാദനം വർദ്ധിച്ചാൽ അമിത വിലക്കയറ്റം നിയന്ത്രിക്കാനാവുമെന്ന് വാണിജ്യ മന്ത്രാലയത്തോട് മില്ലുകളുടെ സംഘടന വ്യക്തമാക്കി. വെളിച്ചെണ്ണ ലഭ്യത ഉയരുന്നത് ഉപഭോക്താക്കൾക്കും ആശ്വാസം പകരും. 6 മാസ കാലയളവിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് 16,000 രൂപ ഉയർന്ന് 38,500 രൂപയായി. ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലും നാളികേര ഉൽപ്പന്നങ്ങളുടെ വില താഴ്ന്നു നിൽക്കുന്നത് വെളിച്ചെണ്ണ വിപണിയെ തണുപ്പിക്കാനും ഇടയുണ്ട്. 1 ലക്ഷം ടൺ കൊപ്ര ഇറക്കുമതിക്ക് കേന്ദ്രം അനുമതി നൽകിയാൽ ഭക്ഷ്യ എണ്ണ വിപണിയിലെ ഊഹക്കച്ചവടക്കാരെ തുരത്താനും ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് വെളിച്ചെണ്ണ ശേഖരിക്കാനും അവസരം ലഭിക്കും. ജനുവരിയെ അപേക്ഷിച്ച് വെളിച്ചെണ്ണ വില കിൻഡലിന് 16,000 രൂപ ഉയർന്നു. കൊപ്രാക്ഷാമത്തിനിടെ വെളിച്ചെണ്ണ ലിറ്ററിന് 470 രൂപയിലെത്തി. കഴിഞ്ഞ വർഷം എണ്ണവില 200 രൂപയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തേങ്ങയുടെ വില കുതിക്കുന്നതിനിടെ കൃഷി വ്യാപിപ്പിക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഉൾപ്പെടെയുള്ള ധനസഹായം നാളികേര വികസന ബോർഡ് വൻതോതിൽ വർദ്ധിപ്പിച്ചു. ന്യൂക്ലിയസ് സീഡ് ഗാർഡനുകൾ മുതൽ ഉൽപാദന വർധന ക്ലസ്റ്ററുകൾ വരെ വിവിധ മേഖലകളിലായി കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം ലഭ്യമാക്കും. ന്യൂക്ലിയസ് കോക്കനട്ട് സീഡ് ഗാർഡനിൽ ഇനി ഹെക്ടറിന് 3.6 ലക്ഷം രൂപ വരെ ധനസഹായം അനുവദിക്കും. നിശ്ചിത ഇന വിത്തുകൾക്കായി പരമാവധി 2 ഹെക്ടർ വരെ ഈ ആനുകൂല്യം ലഭിക്കും. അക്രഡിറ്റഡ് കോക്കനട്ട് നഴ്സറി ക്ലസ്റ്റർ സംവിധാനത്തിൽ കർഷക കൂട്ടായ്മകൾക്കും സഹകരണ സംഘങ്ങൾക്കും വ്യക്തികൾക്കും തൈ ഒന്നിന് 45 രൂപ വീതം നൽകും. മുൻപ് 4 രൂപയായിരുന്നു ഒരു തൈക്ക് നൽകിയിരുന്നത്. ഏക്കറിൽ 25,000 മികച്ച ഇനം തൈകൾ എന്നതാണ് ലക്ഷ്യം. തുറസായ സ്ഥലത്ത് പുതിയ കൃഷിക്കായി ഹെക്ടറിന് ഒരു വർഷം 56,000 രൂപ സഹായം നൽകും. ഇത്തവണ 8,000 ഹെക്ടർ കൃഷിയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഉൽപാദന വർധന ക്ലസ്റ്ററിന് സഹായം ഹെക്ടറിന് 7,500 രൂപയിൽ നിന്ന് 42,000 രൂപയിലേക്കാണ് വർദ്ധിപ്പിച്ചത്. തേങ്ങയിടുന്നവരുടെ കുറവ് പരിഹരിക്കാൻ സഹകരണ സംഘം മാതൃകയിൽ നാളികേര മിത്രം ടീമുകളെ ഇറക്കും. തൈനടൽ, പരിപാലനം എന്നിവയിലും അനുബന്ധ ജോലികളിലും പരിശീലനം നൽകി ഉപകരണം ലഭ്യമാക്കാൻ ഒരു ഗ്രൂപ്പിന് 2 ലക്ഷം രൂപ വീതം ചെലവഴിക്കും. കൂടാതെ ആവശ്യമായ പരിശീലനവും നൽകും. ഇതുവഴി നാളികേര ഉൽപാദനത്തിലും കർഷകരുടെ വരുമാനത്തിലും വലിയ മാറ്റം പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബർ വില ഉയർന്നതോടെ കർഷകർ ടാപ്പിംഗ് ഊർജിതമാക്കി. ഏലക്ക വിളവെടുപ്പ് സജീവമായി. ഏലക്ക ലേല കേന്ദ്രങ്ങളിൽ പുതിയ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തിത്തുടങ്ങി. വെളിച്ചെണ്ണ വില വീണ്ടും ഉയർന്നു. വെളിച്ചെണ്ണ വിപണി നിയന്ത്രണം കൈലാക്കിയ വ്യവസായികൾ കാങ്കയത്ത് വെളിച്ചെണ്ണ വില ക്വിന്റലിന് 38,000 രൂപയിൽ നിന്നും
ഒറ്റയടിക്ക് 38,675 രൂപയാക്കി. അമിത വിലക്കയറ്റം മൂലം പ്രാദേശിക വിപണികളിൽ വിൽപ്പന ചുരുങ്ങി. വിലക്കുറവുള്ള മറ്റ് ഭക്ഷ്യ എണ്ണകൾക്കാണ് ഉപഭോക്താക്കൾ മുൻതൂക്കം നൽകുന്നത്. വെളിച്ചെണ്ണയെ അപേക്ഷിച്ച് പല ഇറക്കുമതി പാചക എണ്ണകളുടെ വില 50% വരെ കുറവാണ്. കുരുമുളകിന് ആവശ്യക്കാരെത്തിയത് കണ്ട് സ്റ്റോക്കിസ്റ്റുകൾ വിൽപ്പന കുറച്ചു. ഉത്തരേന്ത്യൻ വാങ്ങലുകാർ ഉൽപാദന മേഖലകളിൽ ഏജന്റുമാരെ ഇറക്കി ചരക്ക് സംഭരിക്കുന്നുണ്ട്. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് വില ക്വിന്റലിന് 100 രൂപ കയറി 67,000 രൂപയായി. വിദേശ വിപണികളിൽ റബ്ബർ വില കുറഞ്ഞു. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 19,292 രൂപയായി താഴ്ന്നതിന്റെ ചുവട് പിടിച്ച് മുൻനിര റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിലും റബ്ബറിന് തളർച്ച നേരിട്ടു. മഴ നിലനിന്നതിനാൽ കൊച്ചിയിലും കോട്ടയത്തും ചരക്ക് വരവ് ചുരുങ്ങിയത് അവസരമാക്കി വിൽപ്പനക്കാർ 4ാം ഗ്രേഡ് റബ്ബർ 20,200 രൂപയിൽ നിന്നും 20,300 രൂപയാക്കി. 5ാം ഗ്രേഡ് 20,000 രൂപയിൽ വിപണനം നടന്നു. വണ്ടൻമേട് നടന്ന ലേലത്തിൽ ശരാശരി ഇനം ഏലക്ക കിലോ 2,490 രൂപയിലും മികച്ച ഇനങ്ങൾ 3,168 രൂപയിലും കൈമാറി. സീസൺ ആയതിനാൽ പതിവിലും കൂടുതൽ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങുമെന്ന നിഗമനത്തിലാണ് വാങ്ങലുകാർ. കയറ്റുമതിക്കാരും ആഭ്യന്തര വാങ്ങലുകാരും ലേലത്തിൽ സജീവമാണ്. മൊത്തം 61,808 കിലോ ഏലക്കയുടെ കൈമാറ്റം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 206, RSS 5 202, ലാറ്റക്സ് 142, ജാതിക്ക 270, ജാതിപത്രി 1,600 മുതൽ 1,850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 68,900, കുരുമുളക് അൺഗാർബിൾ 66,900, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,800, കൊപ്ര 25,900, ചുക്ക് 22,500.